ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. 5-ാം അധ്യായത്തില് 38 ആണ്ട് ബെഥസ്ദാ കുളക്കരയിൽ കിടന്ന മനുഷ്യനെ യേശു ക്രിസ്തു സൗഖ്യമാക്കിയത് ഒരു ശബത്തിലായിരുന്നത് കൊണ്ടും യേശുവിനെ യഹൂദന്മാര് പരീശന്മാര് ഉപദ്രവിച്ചതായിട്ട് നാം കാണുന്നു. അങ്ങനെ കർത്താവ് ശബത്തിൽ സൗഖ്യമാക്കിയത് കൊണ്ട് കർത്താവിനെ ഉപദ്രവിച്ചപ്പോൾ കർത്താവ് പറയുന്നു, എൻ്റെ പിതാവ് ഇന്നുവരെയും പ്രവർത്തിക്കുന്നു, ഞാനും പ്രവർത്തിക്കുന്നു. 5:17. അതായത് ശബത്ത് എന്ന് പറയുന്നത് ഒന്നും ചെയ്യാതിരിക്കുവാനായിട്ടുള്ള ഒരു വിശ്രമമല്ല, നന്മ ചെയ്യുവാനായിട്ടുള്ള സമയം കൂടെയാണ്. ശബത്തിൽ നന്മ ചെയ്യുവാൻ, ദൈവത്തെ ആരാധിക്കുന്ന ശബത്ത് നാളിനെ ശുദ്ധീകരിപ്പാൻ ഓർക്ക എന്ന് പറയുമ്പോൾ പിതാവായ ദൈവം തൻ്റെ സൃഷ്ടികളിൽ നിന്നെല്ലാം നിവർത്തനായി വിശ്രമിച്ചു എന്നതിൻ്റെ അടയാളമായിട്ടാണല്ലോ ശബത്തിനെ നാം കാണുന്നത്. എന്നാൽ കർത്താവ് ഇവിടെ പറയുന്നു, എൻ്റെ പിതാവ് ഇന്നുവരെയും പ്രവർത്തിക്കുന്നു. കാരണം നന്മ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കർത്താവും ഈ ലോകത്തിൽ വന്നപ്പോൾ 38 ആണ്ട് കുളക്കരയിൽ കിടന്ന മനുഷ്യനെ സൗഖ്യമാക്കി ഒരു നന്മ ചെയ്തു. അപ്പൊ എൻ്റെ പിതാവ് ഇന്നുവരെയും പ്രവർത്തിക്കുന്നു, അതുകൊണ്ട് ഞാനും പ്രവർത്തിക്കുന്നു എന്ന് യേശു പറഞ്ഞത് കൊണ്ട് യേശു തന്നെ പിതാവായ ദൈവത്തിന് സമനാക്കിയത് കൊണ്ട് യഹൂദന്മാരെ കൂടുതലായി യേശുവിനെ ഉപദ്രവിക്കുന്നു, അധികമായി അവനെ കൊല്ലുവാനും ശ്രമിച്ചു പോകുന്നു എന്നാണ് 18-ാമത്തെ വാക്യത്തിൽ നാം കാണുന്നത്. അതുകൊണ്ട് കർത്താവ് തുടർന്നും അതിനുത്തരമായിട്ട് അവരുടെ ഉപദ്രവത്തിനും അവരുടെ ശത്രുതയ്ക്കും ഒക്കെ മറുപടിയായിട്ട് കർത്താവ് പറയുന്ന ഭാഗമാണ് 5-ാം അധ്യായത്തിന്റെ 19 മുതലുള്ള ഭാഗം. അവിടെ കർത്താവ് ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്: ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു. ഈ വാക്ക് ആമേൻ ആമേൻ എന്നുള്ളത് ഇവിടെ വീണ്ടും ആവർത്തിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ആമേൻ ആമേൻ പഴയ ഇംഗ്ലീഷ് ബൈബിളില് വെർലി വെർലി ഐ സേ ആൻഡ് യു എന്ന് പറയുന്നു. പുതിയ ട്രാൻസ്ലേഷനിലൊക്കെ വെരി ട്രൂലി ഐ സേ ആൻഡ് യു എന്ന് പറയുന്നു. 25-ാമത്തെ വാക്യത്തിൽ നാം കാണുന്നുണ്ട് ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു. എന്തുകൊണ്ടാണ് ഈ ആമേൻ ആമേൻ എന്ന് 2 പ്രാവശ്യം പറയുന്നു? അതെ അതെ എന്ന് പറയുന്ന പോലെ വീണ്ടും വീണ്ടും കർത്താവ് പറയുകയാണ്. എന്ന് പറഞ്ഞാൽ പേ അറ്റൻഷൻ ടു വാട്ട് ഐ ഹാവ് ബീൻ സേയിങ്. ഞാൻ പറയുന്നതിന് നിങ്ങൾ വളരെ ശ്രദ്ധ തരണം. ഇത് വളരെ പ്രധാനമായിട്ടുള്ള കാര്യമാണ്. പറയുന്നത് വാട്ട് ഐ എം സേയിങ് ഈസ് ഓഫ് ഗ്രേറ്റ് ഇമ്പോർട്ടൻസ്. ഞാൻ വളരെ പ്രധാനമായിട്ടുള്ള കാര്യമാണ് പറയുന്നത് എന്ന് പറഞ്ഞ് അവരുടെ ശ്രദ്ധ ക്ഷണിച്ചുകൊണ്ടാണ് സുവിശേഷത്തിൽ ഏകദേശം 20ഓളം പ്രാവശ്യം ആമേൻ ആമേൻ എന്ന് പറഞ്ഞ് കർത്താവ് ഓരോ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇവിടെ കർത്താവ് പറയുന്നു, ഞാനും പിതാവും ഒന്നായിരിക്കുന്നുവെന്നും താൻ പിതാവിനോട് തുല്യനായിരിക്കുന്നുവെന്നും 19 മുതൽ 23 വരെയുള്ള വാക്യങ്ങളിൽ കർത്താവ് അവകാശപ്പെടുകയാണ്. അതിൽ ഒന്നാമതായിട്ട് പറയുന്നു പിതാവ്, 21-ാമത്തെ വാക്യം, പിതാവ് മരിച്ചവരെ ഉണർത്തി ജീവിപ്പിക്കുന്നത് പോലെ പുത്രനും താൻ ഇച്ഛിക്കുന്നവരെ ജീവിപ്പിക്കുന്നു. ദൈവത്തിന് മാത്രമേ മനുഷ്യന് ജീവൻ തിരിച്ചു കൊടുക്കുവാനായിട്ട്, ജീവൻ നൽകുവാനും നഷ്ടപ്പെട്ട ജീവനെ തിരിച്ചു നൽകുവാനുമായിട്ടും ദൈവത്തിന് മാത്രമേ കഴിയുകയുള്ളൂ. ജീവൻ കൊടുക്കുവാനും ജീവൻ മടക്കി വരുത്തുവാനും അധികാരമുള്ളത് ദൈവത്തിന് മാത്രമാണ്. അതുകൊണ്ട് കർത്താവ് പറയുന്നു, പിതാവായ ദൈവം മരിച്ചവരെ ജീവിപ്പിക്കുന്നത് പോലെ ഞാനും ഇച്ഛിക്കുന്നവരെ ജീവിപ്പിക്കുന്നു. നമുക്കറിയാം ലൂക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായത്തിന്റെ 54-ാമത്തെ വാക്യത്തില് ബാലെ എഴുന്നേൽക്ക എന്ന് പറഞ്ഞ ഈ ഐറോസിന്റെ മകളെ കർത്താവ് സൗഖ്യമാക്കുമ്പോൾ അവിടെ നാം വായിക്കുന്നത് ആ ബാലയുടെ ആത്മാവ് അതിന്റെ ശരീരത്തിലേക്ക് മടങ്ങി വന്നു എന്ന് നാം വായിക്കുന്നു. അതായത് വിട്ടുപോയ ആത്മാവിനെ തിരിച്ചു വിളിച്ച് ആ ശരീരത്തിൽ പ്രവേശിപ്പിച്ച് ആ പൈതലിനെ ജീവനുള്ളവളായി അതിന്റെ മാതാപിതാക്കൾക്ക് മടക്കി കൊടുത്ത കർത്താവ്. അപ്പം അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, പിതാവ് എല്ലാം ജീവിപ്പിക്കുന്നത് പോലെ, മരിച്ചവരെ ഉണർത്തി ജീവിപ്പിക്കുന്ന പോലെ ഞാനും പുത്രനും താൻ ഇച്ഛിക്കുന്നവരെ ജീവിപ്പിക്കുന്നു എന്ന് കർത്താവ് പറയുന്നു. തുടർന്നുള്ള ഭാഗങ്ങളിൽ നമുക്ക് 24 മുതൽ 29 വരെയുള്ള വാക്യങ്ങളിൽ പ്രധാനമായിട്ടും 4 വ്യത്യസ്ത ഉയർപ്പുകളെ കുറിച്ച് കർത്താവ് പറയുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. 4 ടൈപ്സ് ഓഫ് ഡിഫറെന്റ് റിസറക്ഷൻസ്, 4 ഉയർത്തെഴുന്നേൽപ്പുകളെ കുറിച്ച് പറയും. അതില് ഒന്നാമത്തെ ഉയർത്തെഴുന്നേൽപ്പ് എന്ന് പറയുന്നത് ഇവിടെ നാം കാണുന്നത് 24-ാമത്തെ വാക്യം, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു. അവിടെ വീണ്ടും പറയുകയാണ്, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, എന്റെ വചനം കേട്ട് എന്നെ അയച്ചവനെ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്,
അവൻ ന്യായവിധിയിലാകാതെ മരണത്തിൽ നിന്ന് ജീവങ്കിലേക്ക് കടന്നിരിക്കുന്നു. എന്റെ വചനം കേട്ട് എന്നെ അയച്ചവനെ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. അവൻ ന്യായവിധിയിലാകാതെ മരണത്തിൽ നിന്ന് ജീവങ്കിലേക്ക് കടന്നിരിക്കുന്നു. ഇവിടെ ഒന്നാമത്തെ ഉയർത്തെഴുന്നേൽപ്പിനെ കുറിച്ച് കർത്താവ് പറയുകയാണ്. അതായത് ആത്മീക മരണം പ്രാപിച്ചൊരു വ്യക്തി ഉയർത്തെഴുന്നേൽക്കണമെങ്കിൽ ആത്മീക ജീവൻ പ്രാപിക്കണം. അതിനെക്കുറിച്ചാണ് കർത്താവ് പറയുന്നത്. ആത്മീക മരണം സംഭവിച്ച വ്യക്തി ആത്മീക ജീവൻ പ്രാപിച്ച് ആത്മീകമായി ഉയർത്തെഴുന്നേൽക്കണമെങ്കിൽ അവൻ ദൈവത്തിന്റെ വചനം കേൾക്കണം. ദൈവത്തിന്റെ വചനം കേട്ട് പിതാവായ ദൈവത്തെ വിശ്വസിക്കണം. എങ്കിൽ മാത്രമേ അവന് ആത്മീക മരണത്തിൽ നിന്ന് നിത്യജീവങ്കിലേക്ക് പ്രവേശിപ്പാനായിട്ട് കഴിയുകയുള്ളൂ. അതിനെക്കുറിച്ച് കർത്താവ് പറയും. നമുക്കറിയാം, എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട്, അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെയും. പ്രത്യേകിച്ചും എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യം വായിച്ചാല്, എഫേസ്യർ 2:4, അവിടെ ആത്മീക മരണത്തെ കുറിച്ചാണ് നാം കാണുന്നത്. അവിടെ പൗലോസ് പറയുകയാണ്, വായിച്ചാൽ, കരുണാസമ്പന്നനായ ദൈവമോ നമ്മെ സ്നേഹിച്ച തന്റെ മഹാസ്നേഹ നിമിത്തം അതിക്രമങ്ങളാൽ മരിച്ചവരായിരുന്ന നമ്മെ ക്രിസ്തുവിനോട് കൂടെ ജീവിപ്പിക്കുകയും. അപ്പൊ അതിക്രമങ്ങളാൽ മരിച്ചവരായിരുന്ന, ആത്മീയ മരണം പ്രാപിച്ച, തുടങ്ങുന്നത് തന്നെയാണ് അതിക്രമങ്ങളാലും പാപങ്ങളാലും. ദാറ്റ് ഈസ് ദ സ്പിരിച്വൽ ഡെത്ത്. ആത്മാവിന് മരണം സംഭവിച്ചു. അതായത് ആത്മാവ് ആത്മീക കാര്യങ്ങളോട് റെസ്പോണ്ട് ചെയ്യുവാൻ, പ്രതികരിക്കുവാൻ കഴിയാത്ത വിധം ആത്മാവിന് മരണം സംഭവിച്ചു. അങ്ങനെയുള്ളവരെ കരുണാസമ്പന്നനായ ദൈവമോ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹ നിമിത്തം അതിക്രമങ്ങളാൽ ആത്മീക മരണം സംഭവിച്ചിരുന്ന നമ്മെ ക്രിസ്തുവിനോടുകൂടെ ജീവിപ്പിച്ചു. പിന്നെ പറയുന്നുണ്ട്, കൃപയാൽ അത്ര നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു, തന്റെ കൃപയുടെ അത്യന്ത ധനത്തെ വരും കാലങ്ങളിൽ കാണിക്കേണ്ടതിന് ക്രിസ്തുയേശുവിൽ അവനോട് കൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിൽ ഇരുത്തുകയും ചെയ്യും. അപ്പോ ആത്മീക മരണത്തിൽ നിന്നുള്ള ഉയർത്തെഴുന്നേൽപ്പിനെ കുറിച്ചാണ് കർത്താവ് 24-ാമത്തെ വാക്യത്തിൽ, യോഹന്നാന്റെ സുവിശേഷം 24-ാമത്തെ വാക്യത്തിൽ പറയുന്നു. അത് വളരെ പ്രാധാന്യം അർഹിക്കുന്ന കാര്യമായതുകൊണ്ട് കർത്താവ് പറയുന്നു, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ ഇത് വളരെ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞിട്ട് കർത്താവ് പറയുകയാണ്, ആത്മീക മരണത്തിൽ നിന്നുള്ള ഉയർത്തെഴുന്നേൽപ്പിന് കർത്താവ് യേശു ക്രിസ്തുവിന്റെ വചനം കേട്ട്, ദൈവത്തിന്റെ വചനം കേട്ട് തന്നെ അയച്ച പിതാവിൽ വിശ്വസിക്കുന്നവന് മാത്രമേ ആത്മീക മരണത്തിൽ നിന്ന് നിത്യജീവങ്കിലേക്ക് കടക്കുവാനായിട്ട് കഴിയുകയുള്ളൂ എന്ന് കർത്താവ് പറയുന്നു. അതാണ് ഒന്നാമത്തെ ഉയർത്തെഴുന്നേൽപ്പിനെ കുറിച്ച്. ഞാൻ പറഞ്ഞല്ലോ, 4 തരം ഉയർത്തെഴുന്നേൽപ്പുകളെ കുറിച്ചാണ് അവിടെ സംസാരിക്കുന്നത്. അതിൽ ഒന്നാമത്തെ അതാണ്. രണ്ടാമത്തേത് കർത്താവ് പറയുന്നു, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവപുത്രന്റെ ശബ്ദം കേൾക്കുകയും കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന നാഴിക വരുന്നു. അതിനു മുമ്പ് കർത്താവ് പറയുന്നുണ്ട്, അത് 26-ാമത്തെ വാക്യത്തിലാണ്. 25-ാമത്തെ വാക്യത്തില് കർത്താവ് ഭാവിയിലെ ഉയർത്തെഴുന്നേൽപ്പിനെ കുറിച്ച് പറയുകയാണ്. മരിച്ചവർ ദൈവപുത്രന്റെ ശബ്ദം കേൾക്കുകയും കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്നത് നാഴിക വരുന്നു, ഇപ്പോൾ വന്നിരിക്കുന്നു. അതിനെക്കുറിച്ച് താഴെ പറയുന്നത് കൊണ്ട് അത് നമുക്ക് പിന്നീട് ചിന്തിക്കാം. രണ്ടാമത്തെ ഉയർത്തെഴുന്നേൽപ്പായിട്ട് കർത്താവ് പറയുന്നത് 26-ാമത്തെ വാക്യം. 26-ാമത്തെ വാക്യത്തിൽ കർത്താവ് പറയുന്നു, പിതാവിന് തന്നിൽ തന്നെ ജീവൻ ഉള്ളതുപോലെ അവൻ പുത്രനും തന്നിൽ തന്നെ ജീവൻ ഉള്ളവനാകുമാറ് വരം നൽകിയിരിക്കുന്നു. അത് തന്റെ ഉയർത്തെഴുന്നേൽപ്പിനെ കുറിച്ചാണ് പറയുന്നത്. താന് പാപത്തെ വഹിച്ചുകൊണ്ട്, പാപം ആയി തീർന്നുകൊണ്ട്, പാപമറിയാത്ത കർത്താവായ യേശു ക്രിസ്തുവിനെ നാം അവനിൽ ദൈവത്തിന്റെ നീതിയാകേണ്ടതിന് പിതാവായ ദൈവം നമുക്ക് വേണ്ടി പാപമാക്കി. സർവ്വലോകത്തിന്റെയും പാപം തന്റെ പുത്രന്റെ മേൽ ചുമത്തിയത് കൊണ്ട് പുത്രൻ മരണം വരിച്ചു. എന്നാൽ അവിടെ പറയുകയാണ്, പിതാവിന് തന്നിൽ തന്നെ ജീവൻ ഉള്ളതുപോലെ പുത്രനും തന്നിൽ തന്നെ ജീവനുള്ളവനാകുമാറ് വരം നൽകിയിരിക്കുന്നു. ഇത് താൻ ദൈവമാണെന്ന് ഒന്നുകൂടെ ഉറപ്പിച്ചു പറയുകയാണ്. ദൈവത്തിന് സ്വയം ജീവനുള്ള ദൈവം. അതുകൊണ്ടാണ് നമ്മുടെ വിശ്വാസ പ്രമാണത്തിലൊക്കെ നാം പറയുന്നത്, ഇല്ലയോ, സ്വയംഭൂവായ ദൈവം എന്നാ പറയുന്നത്. സ്വയംഭൂ എന്നാണ് പറയുന്നത്. അതായത് ഈ സെൽഫ് എക്സിസ്റ്റന്റ്. സ്വയംഭൂ എന്നുള്ളത് തന്നെ ആ വാക്കത്ര ശരിയല്ല, അല്ലേ. സെൽഫ് എക്സിസ്റ്റന്റ്,
എന്നേക്കും നിലനിൽക്കുന്ന, എന്നും നിലനിൽക്കുന്ന ദൈവം. ആരും അവനെ ഉരുവാക്കിയതല്ല. നിരീശ്വരവാദികളൊക്കെ എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ദൈവമാണ് എല്ലാം സൃഷ്ടിച്ചെങ്കിൽ ദൈവത്തെ ആരാ സൃഷ്ടിച്ചെന്ന് എപ്പോഴും ചോദിക്കും. ഇവിടെ ആ ചോദ്യത്തിന് ഉത്തരം കർത്താവ് തന്നെ പറയുകയാണ്, പിതാവിന് തന്നിൽ തന്നെ ജീവനുണ്ട്, അതുപോലെ പുത്രനും തന്നിൽ തന്നെ ജീവനുണ്ട്. കർത്താവ് യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 17-ഉം 18-ഉം വാക്യങ്ങൾ പറയുന്നു. യോഹന്നാന്റെ സുവിശേഷം 10-ന്റെ 17-ഉം 18-ഉം, വീണ്ടും പ്രാപിക്കേണ്ടത് ഞാൻ അതിനെ കൊടുക്കുന്നു. കർത്താവ് പറയുകയാണ്, കർത്താവ് തന്റെ മരണത്തെ അവിടെ സൂചിപ്പിക്കുകയാണ്. എന്റെ ജീവനെ വീണ്ടും പ്രാപിക്കേണ്ടതിന് ഞാൻ അതിനെ കൊടുക്കുന്നത് കൊണ്ട് പിതാവിനെ സ്നേഹിക്കുന്നു. ആർക്കും കർത്താവിന്റെ ജീവനെ എടുത്തു കളയുവാനായിട്ട് കഴിയത്തില്ല. കർത്താവ് തന്നെ അതിനെ കൊടുക്കുകയാണ്. അതിനെ കൊടുപ്പാൻ എനിക്ക് അധികാരമുണ്ട്, വീണ്ടും പ്രാപിപ്പാനും അധികാരമുണ്ട്. അപ്പൊ ദൈവത്തിന് മാത്രമേ അത് കഴിയത്തുള്ളൂ. തന്റെ ജീവനെ മരണത്തിന് ഏൽപ്പിക്കുവാൻ കർത്താവായ യേശുക്രിസ്തു തന്റെ ജീവനെ മരണത്തിന് ഏൽപ്പിച്ചു. എന്നിട്ട് പറയുന്നു, ആരും അത് എന്നിൽ നിന്ന് എടുക്കുന്നതല്ല. മനുഷ്യൻ ഉപദ്രവിക്കുകയോ അടിക്കുകയോ ഒക്കെ ചെയ്തെന്ന് പറഞ്ഞാലും ആ ആത്മാവിനെ ആ പിതാവിന്റെ കയ്യിൽ ഏൽപ്പിച്ചത് ആരാ? പുത്രൻ തന്നെ. കർത്താവ് പറയുന്നു, പിതാവ് എന്റെ ആത്മാവിനെ തൃക്കൈയിൽ ഏൽപ്പിക്കുന്നു എന്ന് പറഞ്ഞാണ് അവൻ പ്രാണനെ വിട്ടത്. ആത്മാവിനെ ഏൽപ്പിച്ചിട്ട് പ്രാണനെ വിട്ടു. എന്നിട്ട് പറയുകയാണ്, അതിനെ ഞാൻ തന്നെ കൊടുക്കുന്നു, അതിനെ വീണ്ടും പ്രാപിപ്പാനും എനിക്ക് അധികാരമുണ്ട്. അപ്പോ ജീവൻ കൊടുപ്പാനും ജീവൻ പ്രാപിപ്പാനും ആത്മാവിനെ മടക്കി വരുത്തുവാനും അധികാരമുള്ള കർത്താവായ യേശുക്രിസ്തു. മാത്രമല്ല, അവൻ സൃഷ്ടിയല്ലാത്തവനാണ്, അവൻ സ്വയം നിലനിൽക്കുന്നവനാണ്. ഹീ സെൽഫ് എക്സിസ്റ്റന്റ്. ഇംഗ്ലീഷിലെ തിയോളജിയിൽ പറയുന്ന അസൈറ്റി എന്നുള്ള പദമാണ്, ASEITY, അസൈറ്റി. ഹീ ഈസ് ദ ഒറിജിനൽ കോസ് ഓഫ് എവറിഥിങ്. എല്ലാത്തിനെയും സൃഷ്ടിച്ച യെശയ്യാ പ്രവചനത്തില് യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യം നാം വായിക്കുന്നു, അവനിൽ ജീവൻ ഉണ്ടായിരുന്നു, ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. അവനിൽ ജീവൻ ഉണ്ടായിരുന്നു. അവൻ ആരും ജീവൻ നൽകിയതല്ല, അവനിൽ ജീവൻ ഉണ്ടായിരുന്നു. ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. അപ്പോസ്തല പ്രവൃത്തിയില് ആദ്യത്തെ അധ്യായങ്ങളിലൊക്കെ, 2-ാമത്തെ അധ്യായത്തിലും 3-ാമത്തെ അധ്യായത്തിലും ഒക്കെ അപ്പോസ്തലന്മാര് സന്നദ്ധിയും സംഘത്തിന്റെ ഒക്കെ മുമ്പിൽ പറയുന്നത്, നിങ്ങൾ ജീവനായകനെ കൊന്നുകളഞ്ഞു. ജീവനായകനെ, ഓതർ ഓഫ് ലൈഫ്, ജീവൻ നൽകുന്നവനെ, ജീവന്റെ അധികാരമുള്ളവനെ നിങ്ങൾക്ക്, എന്നാൽ ദൈവം അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. അതിന് ഞങ്ങൾ സാക്ഷികൾ എന്നുള്ളതായിരുന്നു അവരുടെ ആദ്യത്തെ പ്രസ്താവന എന്ന് പറയുന്നത്. അപ്പൊ കർത്താവായ യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ്, ഞാൻ പറഞ്ഞല്ലോ 4 വ്യത്യസ്ത ഉയർത്തെഴുന്നേൽപ്പുകളെ കുറിച്ചാണ് പറയുന്നത്. ഒന്നാമത്തേത് പറയുന്നത് ആത്മീക മരണത്തിൽ നിന്നുള്ള ഉയർത്തെഴുന്നേൽപ്പ്. രണ്ടാമത് പറയുന്നത് കർത്താവിന്റെ തന്നെ ഉയർത്തെഴുന്നേൽപ്പ്, താൻ ജീവനെ കൊടുക്കുന്നു, ജീവൻ വീണ്ടും പ്രാപിക്കുന്നു. അത് 26-ാമത്തെ വാക്യത്തില് നാം കാണുന്നു. യെശയ്യാ പ്രവചനം 40-ന്റെ 28, 43-ന്റെ 12, 44-ന്റെ 8, 45-ന്റെ 5, 22, 46-ന്റെ 9-ഉം 10-ഉം വാക്യം ഇവിടെ എല്ലാം പറയുന്നത്. അതിൽ 1-2 വാക്യങ്ങൾ വായിക്കാം, എടുത്തെങ്കിൽ വായിക്കാം. 40-ന്റെ 28 അവിടെ പറയുന്നത്, ഞാൻ തന്നെ യഹോവ, ഞാൻ തന്നെ ദൈവം, ഞാൻ നിത്യദൈവം, ഞാനല്ലാതെ ഒരു ദൈവം ഇല്ല എന്ന് വീണ്ടും വീണ്ടും ആവർത്തിച്ച് യെശയ്യാ പ്രവചനമാണ് അത് പ്രത്യേകിച്ചും പറയുന്നത്. വിഗ്രഹങ്ങളെ ആരാധിക്കാൻ പോകുന്നവരോട് പറയുന്നു, ഞാൻ തന്നെ യഹോവ, സകല ഭൂസീമാവാസികളുമായുള്ളവരെ കേട്ടുകൊള്ളുവീൻ, ഞാനല്ലാതെ ഒരു ദൈവം ഇല്ല, ഞാൻ തന്നെ ദൈവം, ഞാൻ തന്നെ യഹോവ, ഞാൻ നിത്യദൈവം, ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ചുണ്ടാക്കിയ ദൈവം, ഞാൻ തന്നെ ദൈവം. ദൈവം ആവർത്തിച്ച് പറയുകയാണ്. ആ കർത്താവ് പറയുന്നു, ഞാൻ എൻ്റെ ജീവനെ കൊടുക്കുന്നു, അതിനെ വീണ്ടും പ്രാപിപ്പാൻ എനിക്ക് അധികാരമുണ്ട്. പിതാവായ ദൈവത്തിന് തന്നിൽ തന്നെ ജീവൻ ഉള്ളതുപോലെ, ഇൻ ഹിം വാസ് ലൈഫ്, അവനിൽ ജീവൻ ഉണ്ടായിരുന്നു, പുത്രനിലും ജീവനുണ്ട് എന്ന് പറയുന്നു. ഇനി 3-ാമത്തെ റിസറക്ഷൻ, 3-ാമത്തെ ഉയർത്തെഴുന്നേൽപ്പിനെ കുറിച്ച് പറയുമ്പോൾ അതാണ് ഫ്യൂച്ചർ റിസറക്ഷൻ.
അതാണ് നമ്മൾ മുമ്പേ വായിച്ച വാക്യം. കർത്താവ് പറയുന്നു, മരിച്ചവർ ദൈവപുത്രന്റെ 25-ാമത്തെ വാക്യത്തിൽ പറയുന്നു, മരിച്ചവർ ദൈവപുത്രന്റെ ശബ്ദം കേൾക്കുകയും കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന നാഴിക വരുന്നു എന്ന് വന്നുമിരിക്കുന്നു. 28-ാമത്തെ വാക്യം കൂടെ വായിച്ചാല് ഇതിങ്ങനെ ആശ്ചര്യപ്പെടരുത്. കല്ലറകൾ ഉള്ളവർ എല്ലാവരും, അതായത് മരിച്ച കല്ലറകളിൽ ഉള്ളവർ എല്ലാവരും അവന്റെ ശബ്ദം കേട്ട് നന്മ ചെയ്തവർ ജീവനായും തിന്മ ചെയ്തവർ ന്യായവിധിക്കായും പുനരുത്ഥാനം ചെയ്യുവാനുള്ള നാഴിക വരുന്നു. അപ്പൊ ഇവിടെ 2 ഉയർത്തെഴുന്നേൽപ്പിനെ കുറിച്ച് അവിടെ പറയുന്നു. ഓൾറെഡി 2 നാം കണ്ടു. ആത്മീക മരണത്തിൽ നിന്നുള്ള ഉയർത്തെഴുന്നേൽപ്പ്, 2 കർത്താവായ യേശു ക്രിസ്തു തന്റെ ജീവനെ കൊടുത്ത് വീണ്ടും പ്രാപിക്കുന്ന ഉയർത്തെഴുന്നേൽപ്പ്. ഇവിടെ 3-ാമത് പറയുന്നു, നന്മ ചെയ്തവർ ജീവനായിട്ട് ഉയർത്തെഴുന്നേൽക്കും, നിത്യജീവങ്കിലേക്ക്. അതായത് വചനം കേട്ട് വിശ്വസിച്ചവർ അവർ ജീവനായിട്ട് ഉയർത്തെഴുന്നേൽക്കും. 1 തെസ്സലോനിക്കർ 4-ാം അധ്യായത്തിന്റെ 13 തൊട്ട് 18 വരെ നമുക്കറിയാവുന്ന വാക്യങ്ങളാണ്. സഹോദരന്മാരെ, പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ നിങ്ങൾ ദുഃഖിക്കാതിരിക്കേണ്ടതിന് ഞാനിത് നിങ്ങൾക്ക് എഴുതുന്നു എന്ന് പറഞ്ഞിട്ടാണ് പറയുന്നത്. യേശു മരിക്കുകയും ജീവിച്ചെഴുന്നേൽക്കുകയും ചെയ്തു എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു എങ്കിൽ അങ്ങനെ തന്നെ ദൈവം നിദ്ര കൊണ്ടവരെയും യേശു മുഖാന്തരം അവനോട് കൂടെ വരും. പിന്നെ കർത്താവ് താൻ ഗംഭീരനാഥത്തോട്. അപ്പൊ അതിന്റെ പ്രീ കണ്ടീഷൻ, നന്മ ചെയ്തവരുടെ ഉയർത്തെഴുന്നേൽപ്പിന്റെ കൂട്ടത്തിൽ ഉയർത്തെഴുന്നേൽക്കാനുള്ള വ്യവസ്ഥ എന്താണ്? യേശു മരിക്കുകയും ജീവിച്ചെഴുന്നേൽക്കുകയും ചെയ്തു എന്ന് നാം വിശ്വസിക്കുന്നു എങ്കിൽ അങ്ങനെ തന്നെ ദൈവം നിദ്ര കൊണ്ടവരെയും യേശു മുഖാന്തരം, യേശുവിൽ വിശ്വസിക്കുന്നവനെ, യേശു മരിക്കുകയും ജീവിച്ചെഴുന്നേൽക്കുകയും ചെയ്തു എന്ന് വിശ്വസിക്കുന്നു എങ്കിൽ അങ്ങനെ വിശ്വസിച്ചവനെ യേശു മുഖാന്തരം അവനോടുകൂടെ അവന്റെ 2-ാമത്തെ വരവിങ്കൽ അങ്ങനെ മരിച്ചവരുടെ ആത്മാക്കള് അവനോട് കൂടെ വരും, മധ്യാകാശത്തിൽ വരും. അവിടെ വെച്ചൊരു പുതിയ ശരീരവുമായി സംഗമിക്കും. ആ പുതിയ ശരീരത്തിന്റെ വീണ്ടെടുപ്പെന്ന് റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 23-ാമത്തെ വാക്യത്തിലൊക്കെ നാം വായിക്കുന്നുണ്ട്. ആത്മാവെന്ന ആദ്യദാനം ലഭിച്ചിരിക്കുന്ന നാമും ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിന് കാത്തുകൊണ്ട് ഉള്ളിൽ ഞരങ്ങുന്നു എന്നാണ് ആ വാക്യം. റോമർ 8-23. ആത്മാവെന്ന ആദ്യദാനം, അതായത് സ്പിരിച്വൽ ഡെത്തിൽ നിന്ന്, ആത്മീക മരണത്തിൽ നിന്ന് ജീവൻ പ്രാപിക്കുമ്പോൾ ദൈവം തന്റെ പരിശുദ്ധാത്മാവിനെ ആദ്യദാനമായി, അച്ചാരമായി, അഡ്വാൻസായി നൽകുന്നു. അത് പ്രാപിച്ചവർ കർത്താവിന്റെ വരവിങ്കൽ അവരുടെ ആത്മാക്കൾ തിരിച്ചു വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവരുടെ ആത്മാക്കള്, നന്മ ചെയ്തവരുടെ, അവര് നിത്യജീവനായി ഉയർത്തെഴുന്നേൽക്കുന്ന നാഴികയാണ് അപ്പോൾ. അതിനെക്കുറിച്ചാണ് കർത്താവ് ഇവിടെ പറയുന്നത്. അവര് ഒരു പുതിയ ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വം, ഗ്ലോറിഫൈഡ് ബോഡി, തേജസ്കരിക്കപ്പെട്ട ശരീരം. ഈ ശരീരമല്ല, കാരണം ഈ ശരീരം സ്വർഗത്തിൽ ജീവിക്കാൻ കൊള്ളാവുന്ന ശരീരമല്ല. റോമർ 8:10 പറയുന്നു, ശരീരം പാപനിമിത്തം മരിക്കേണ്ടതെങ്കിലും ആത്മാവ് നീതി നിമിത്തം ജീവനാകുന്നു. ഈ ശരീരം സ്വർഗരാജ്യത്തെ അവകാശമാക്കുവാൻ കഴിയാത്ത ശരീരമാണ്. ഇത് ദ്രവത്വമുള്ള ശരീരമാണ്, ഇത് മർത്യമായ ശരീരമാണ്, ഇത് ഭൗമികമായ ശരീരമാണ്. ഈ ശരീരം പാപം ചെയ്ത ശരീരമാണ്. ഈ പാപം ചെയ്ത ശരീരം കൊണ്ട് സ്വർഗത്തിൽ പോയി ജീവിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് മരണം സംഭവിക്കേണ്ടത് അനിവാര്യമായിരിക്കുന്നത്. അതുകൊണ്ട് ഈ ശരീരം വിട്ട്, ശരീരം പാപം നിമിത്തം മരിക്കണം. മരിച്ചിട്ട് ഒരു തേജസ്കരിക്കപ്പെട്ട ശരീരം, കർത്താവായ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റപ്പോൾ ഏത് ശരീരമായിരുന്നു അതുപോലെ ഒരു ശരീരം നാമും പ്രാപിക്കും. അതിനെക്കുറിച്ചാണ് പറയുന്നത്. നന്മ ചെയ്തവർ നിത്യജീവനായും. ഇനിയും അടുത്ത റിസറക്ഷൻ, 4-ാമത്തെ റിസറക്ഷൻ ഇവിടെ പറയുന്നു, തിന്മ ചെയ്തവർ ശിക്ഷാവിധിക്കായും. അതാണ് ന്യായവിധി എന്നിവിടെ പറയുന്നത്. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിന്റെ 11 മുതൽ 15 വരെയുള്ള വാക്യങ്ങളിൽ നാം വായിക്കുന്നുണ്ട്. സമുദ്രം തന്നിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു. മരിച്ചവർ ആബാലവൃദ്ധം കർത്താവായ യേശു ക്രിസ്തുവിന്റെ സിംഹാസനത്തിന് മുമ്പിൽ നിൽക്കും. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. ഈ തീപ്പൊയ്ക 2-ാമത്തെ മരണം എന്ന് 21-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നു. പ്രിയമുള്ളവരെ, അത് തിന്മ ചെയ്തവർ അവരും ഉയർത്തെഴുന്നേൽക്കും.
കാരണം അവരൊരു ശിക്ഷ അനുഭവിക്കേണ്ടതായിട്ടുണ്ട്. ആ ശിക്ഷയ്ക്ക് വേണ്ടി, ആ ശിക്ഷ അനുഭവിക്കാൻ അവർക്കൊരു ശരീരം വേണം. നന്മ ചെയ്തവർ ഉയർത്തെഴുന്നേൽക്കുമ്പോൾ അവർക്കൊരു ശരീരമുണ്ട്. എന്നാൽ തിന്മ ചെയ്തവർ ഉയർത്തെഴുന്നേൽക്കുമ്പോൾ അവരും ഒരു ശരീരം ധരിക്കും. പക്ഷെ നന്മ ചെയ്തവർ ധരിക്കുന്ന ശരീരത്തിന്റെ പേര് തേജസ്കരിക്കപ്പെട്ട ശരീരം എന്നാണ്, ഗ്ലോറിഫൈഡ് ബോഡി. എന്നാൽ തിന്മ ചെയ്തവർ അവരും ഒരു ശരീരം ധരിക്കും. കാരണം അവര് ദേ ഹാഡ് ടു ഗോ ത്രൂ എ പണിഷ്മെന്റ്. നിത്യശിക്ഷാവിധിയിലൂടെ അവർ കടന്നു പോകണം. ആ നിത്യദണ്ഡനം അനുഭവിക്കാൻ അവർക്കൊരു ശരീരം വേണം. അതുകൊണ്ടാണ് തിന്മ ചെയ്തവർ ന്യായവിധിക്കായും ശിക്ഷാവിധിക്കായും പുനരുത്ഥാനം ചെയ്യുവാനുള്ള നാഴിക വരുന്നു. അതുകൊണ്ട് കർത്താവ് ഇത് പറയുമ്പോൾ 3 തവണ ഇവിടെ ആവർത്തിക്കുന്നുണ്ട്. ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു. ഇത് കുഞ്ഞുകളി കാര്യമൊന്നും അല്ല. ഇത് വളരെ ഗൗരവപൂർവ്വം കേൾക്കേണ്ടതും മനസ്സിലാക്കേണ്ടതും ചിന്തിക്കേണ്ടതുമായ കാര്യം. ദൈവവചനം നാം മനസ്സിലാക്കുമ്പോൾ ഇത് സത്യമായി വിശ്വസിക്കണം. ഇപ്പൊ 4 പുനരുത്ഥാനങ്ങളെ കുറിച്ച് പറയുന്നു. 1, ആത്മീക മരണത്തിൽ നിന്നുള്ള പുനരുത്ഥാനം. 2, യേശു ക്രിസ്തുവിന്റെ പുനരുത്ഥാനം. അതുകൊണ്ടാണ് നമുക്ക് ആത്മീക മരണത്തിൽ നിന്നുള്ള പുനരുത്ഥാനം ലഭിക്കുന്നത്. പിന്നെ പറയുന്നു നന്മ ചെയ്തവരും മരിക്കും. കാരണം ഈ ശരീരത്തിലാ ജീവിക്കുന്ന, ഈ ശരീരം പാപത്തിനിട്ട് മരിക്കണം. എന്നാൽ അവരെ കർത്താവ് വരുമ്പോൾ വീണ്ടും ഉയർത്തെഴുന്നേൽക്കും, ഒരു തേജസ്കരിക്കപ്പെട്ട ശരീരം പ്രാപിക്കും. ഇതിന്റെ എല്ലാം അടിസ്ഥാനം എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ മരണ പുനരുത്ഥാനം. യേശു മരിക്കുകയും ജീവിച്ചെഴുന്നേൽക്കുകയും ചെയ്തു എന്ന് വിശ്വസിക്കുന്നു എങ്കിൽ അങ്ങനെ തന്നെ ദൈവം നിദ്ര കൊണ്ടവരെയും യേശു മുഖാന്തരം അവനോട് കൂടെ വരും. അപ്പൊ 4 പുനരുത്ഥാനങ്ങളെ കുറിച്ചുകൂടെ പറയുന്നു. തിന്മ ചെയ്തവരും ഒരു ശരീരം പ്രാപിച്ച് തീപ്പൊയ്കയിൽ എന്നേക്കും നിത്യദണ്ഡനം അനുഭവിക്കേണ്ടി വരും. ഈ തീപ്പൊയ്ക 2ാമത്തെ മരണം. അതാണ് വെളിപ്പാട് പുസ്തകം 21:8 നാം വായിക്കുന്നു. 20-ാം അധ്യായത്തിന്റെ 15, 14, 15 വാക്യങ്ങളിലും അത് തന്നെ നാം വായിക്കുന്നു. ഈ പുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. അതുകൊണ്ട് കർത്താവ് പറയുകയാണ്, യു പേ അറ്റൻഷൻ ടു ദിസ്. ഇത് കേട്ടിട്ട് മറക്കരുത്. കർത്താവ് പരീശന്മാരോട് പറയുകയാണ്, നിങ്ങൾ ഇത് കേൾക്കണം, നിങ്ങൾ ഇത് ഗ്രഹിക്കണം, ഇത് മനസ്സിലാക്കണം എന്ന് വീണ്ടും വീണ്ടും പറയുകയാണ്. എന്നിട്ട് കർത്താവ് പിന്നീട് 30 മുതലുള്ള വാക്യങ്ങളിൽ കർത്താവ് സാക്ഷ്യത്തെ കുറിച്ചാണ് സംസാരിക്കുന്നത്. കർത്താവ് 30 മുതലുള്ള വാക്യങ്ങളിൽ കർത്താവ് പറയുന്നു, എനിക്ക് സ്വതേ ഒന്നും ചെയ്യുവാൻ കഴിയുന്നതല്ല, ഞാൻ കേൾക്കുന്നത് പോലെ ന്യായം വിധിക്കുന്നു. ഞാൻ എൻ്റെ ഇഷ്ടമല്ല, എന്നെ അയച്ചവന്റെ ഇഷ്ടം അത്ര ചെയ്യുവാൻ ഇച്ഛിക്കുന്നത് കൊണ്ട് എൻ്റെ വിധി നീതിയുള്ളതാകുന്നു. കർത്താവ് തൻ്റെ നീതിപൂർവമായ, കാരണം പിതാവായ ദൈവത്തിന്റെ ഇഷ്ടം മാത്രമാണ് പുത്രൻ ചെയ്യുന്നത്. പിതാവ് കാണിച്ചു കൊടുക്കുന്ന മാത്രമാണ് പുത്രൻ ചെയ്യുന്നത്. അപ്പോ പിതാവിനായ വിധി എല്ലാം പുത്രനെ ഏൽപ്പിച്ചിരിക്കുന്നു. കാരണം പുത്രൻ മനുഷ്യപുത്രനായതുകൊണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മിൽ ഓരോരുത്തരെ പോലെയും ഒരു ശരീരത്തിൽ ജീവിച്ച് ഒരു മനുഷ്യൻ നേരിട്ട എല്ലാ ബുദ്ധിമുട്ടുകളും പ്രലോഭനങ്ങളും പ്രതിസന്ധികളും സ്വന്തം ശരീരത്തിൽ അനുഭവിച്ച മനുഷ്യപുത്രനായതുകൊണ്ട് പിതാവായ ദൈവ ന്യായവിധി എല്ലാം ആരെ ഏൽപ്പിച്ചു? പുത്രനെ ഏൽപ്പിച്ചു. കാരണം പുത്രന്റെ അടുക്കൽ ആർക്കും പോയി ഒരു എക്സ്ക്യൂസ് പറയാൻ കഴിയത്തില്ല. അയ്യോ ഞാൻ ഈ ശരീരത്തിൽ ജീവിച്ചോണ്ടാ, അതുകൊണ്ട് ഇങ്ങനെ പറ്റിയെന്ന്. അപ്പൊ കർത്താവ് തിരിച്ചും പറയും, ഞാനും ഇവിടെ ഈ ശരീരത്തിൽ തന്നെയാ ജീവിച്ചത്. നിനക്ക് നേരിട്ട എല്ലാ ബുദ്ധിമുട്ടും ഞാനും നേരിട്ടതാണ്. നിനക്കൊരു പ്രയാസം ഉണ്ടായിരുന്നു, നിനക്ക് എൻ്റെ അടുത്ത് വരാമായിരുന്നു. കാരണം നിന്റെ മഹാപുരോഹിതനായിട്ട് ഞാൻ പിതാവിന്റെ സന്നിധിയിൽ ജീവിക്കുകയാണ്. നീ അനുഭവിച്ച എല്ലാ ബലഹീനതകളും എല്ലാം എനിക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. നീ നേരിട്ട പ്രലോഭനങ്ങൾ എനിക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അതുകൊണ്ട് കൃപ പ്രാപിക്കാൻ നിനക്ക് എൻ്റെ അടുക്ക വരാമായിരുന്നു, നീ എന്തുകൊണ്ട് വന്നില്ല എന്ന് കർത്താവ് ചോദിക്കുന്ന ഒരു ദിവസം. പ്രിയമുള്ളവരെ, അതുകൊണ്ടാണ് നാം ഏത് പ്രയാസത്തിലും ഏത് പ്രതിസന്ധിയിലും കർത്താവിന്റെ അടുക്കിലേക്ക് ഓടിച്ചെല്ലേണ്ടത്. കർത്താവേ, എനിക്ക് ഇന്നൊരു പ്രയാസമാണ്, നിനക്കതറിയാമല്ലോ, നീ ഈ ശരീരത്തിൽ നിന്ന് അനുഭവിച്ചാണല്ലോ, ഈ വേദനയുണ്ട്, ഈ ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞ്. അതുകൊണ്ടാണ് പറയുന്നത്, നമുക്കുള്ള മഹാപുരോഹിതന് നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല, പാപം ഒഴികെ സകലത്തിലും നമുക്ക് തുല്യനായി പരീക്ഷിക്കപ്പെട്ടവൻ അത്ര. അതുകൊണ്ട് തക്ക സമയത്ത് അല്ലേ കരുണ ലഭിപ്പാനും കൃപ പ്രാപിപ്പാനുമായി ധൈര്യത്തോടെ കൃപാസനത്തിനടുത്തേക്ക് വരിക എന്ന് പറയുന്നത്. പ്രിയമുള്ളവരെ, എത്ര വലിയൊരു പ്രിവിലേജാണ് നമുക്ക് തന്നിരിക്കുന്നത്. കർത്താവ് അതിവിടെ പറയുന്നു, ന്യായവിധിയെല്ലാം പുത്രനെ ഏൽപ്പിച്ചിരിക്കുന്നു, ഞാൻ പിതാവിന്റെ ഇഷ്ടമാണ് ചെയ്യുന്നത് എന്ന് പറയുന്നു. എന്നിട്ട് 31 മുതലുള്ള വാക്യങ്ങളിൽ ജീസസ് സ്പീക്സ് അബൌട്ട് വിറ്റ്നസ്സസ്, സാക്ഷ്യത്തെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. യോഹന്നാന്റെ സുവിശേഷത്തില് സാക്ഷ്യം എന്ന വാക്ക് 47 തവണ ഉപയോഗിച്ചിട്ടുണ്ട്. 47 തവണ.
ഞാൻ പറഞ്ഞല്ലോ ആമേൻ ആമേൻ എന്ന് കർത്താവ് പറഞ്ഞ തന്നെ 20 തവണ ഉണ്ട്. ഈ വാക്കുകൾ ആവർത്തിക്കുന്നത് എന്തിനാ നമ്മൾ പറയുന്നത്? കാരണം ഇറ്റ് വാസ് സോ ഇമ്പോർട്ടൻറ്റ്. വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ അതിന് വളരെ പ്രാധാന്യമുള്ളതുകൊണ്ടാണ് പിന്നെയും പിന്നെയും പറയും. അല്ലെങ്കിൽ ഒരു തവണ പറഞ്ഞങ്ങ് നിർത്താമായിരുന്നു. വീണ്ടും വീണ്ടും പറയുമ്പോൾ അതിന്റെ പ്രാധാന്യത്തെ ചൂണ്ടിക്കാണിക്കും. നമുക്കറിയാം യോഹന്നാൻ സുവിശേഷം എഴുതിയത് തന്നെ എന്തിനാ? യേശുക്രിസ്തു ദൈവപുത്രൻ എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിനും വിശ്വസിച്ചിട്ട് അവന്റെ നാമത്തിൽ നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ടാകേണ്ടതിനും ഇത് എഴുതിയിരിക്കുന്നു. യോഹന്നാൻ 20:31. അപ്പോ വിശ്വസിപ്പാൻ വേണ്ടി എഴുതിയതാ. വിശ്വസിപ്പിക്കണം എന്നെ വേണം? സാക്ഷ്യം വേണം. 2-3 സാക്ഷികളുടെ വാമൊഴിയാൽ ഏത് കാര്യവും ഉറപ്പാകും. അപ്പൊ സാക്ഷികളെ അവതരിപ്പിക്കാം. സാക്ഷികളെ ധാരാളം അവതരിപ്പിച്ചു. നമ്മൾ യോഹന്നാൻ സ്നാപകന്റെ സാക്ഷ്യം കണ്ടു. ഇവിടെ കർത്താവ് പറയുന്നു, ഞാൻ എന്നെക്കുറിച്ച് തന്നെ സാക്ഷ്യം പറഞ്ഞാൽ, 31-ാമത്തെ വാക്യം, എന്നെക്കുറിച്ച് തന്നെ സാക്ഷ്യം പറഞ്ഞാൽ എന്റെ സാക്ഷ്യം സത്യമല്ല. എന്നെക്കുറിച്ച് സാക്ഷ്യം പറയുന്നത് മറ്റൊരുത്തനാണ്. നമ്മളെക്കുറിച്ച് തന്നെ പറഞ്ഞാൽ മറ്റുള്ളവരത് സ്വീകരിക്കുകയും മറ്റൊരാള് പറയണം. അതുകൊണ്ട് കർത്താവ് പറയുകയാണ്, ഞാൻ എന്നെക്കുറിച്ച് പറയുന്നില്ല, പക്ഷെ മറ്റൊരുത്തൻ എന്നെക്കുറിച്ച് സാക്ഷ്യം പറയുന്നു. അവൻ എന്നെക്കുറിച്ച് പറയുന്ന സാക്ഷ്യം സത്യമെന്ന് ഞാൻ അറിയും. അതാരാ മറ്റൊരുത്തൻ? പിതാവായ ദൈവം തന്നെ. പിതാവായ ദൈവം തന്റെ പുത്രനെ കുറിച്ച് സാക്ഷ്യം പറഞ്ഞു. എന്നിട്ട് അവരെ യോഹന്നാന്റെ അടുക്കൽ ആളയച്ചു. ഇല്ല, അതിനെക്കുറിച്ച് പറയുകയാണ് 33-ാമത്തെ വാക്യം. യോഹന്നാന്റെ അടുക്കൽ ആളയച്ചു. നിങ്ങൾ യോഹന്നാന്റെ അടുക്കൽ ആളയച്ചു, അവൻ സത്യത്തിന് സാക്ഷ്യം പറഞ്ഞു. യോഹന്നാൻ സ്നാപകന്റെ സാക്ഷ്യത്തെ കുറിച്ച് കർത്താവിടെ സംസാരിക്കുകയാണ്. ദ ഫസ്റ്റ് വിറ്റ്നസ് അല്ലേ? കർത്താവായ യേശു ക്രിസ്തുവിന് വഴി ഒരുക്കുവാനായിട്ട് വന്ന അല്ലേ യോഹന്നാൻ സ്നാപകൻ. മരുഭൂമിയിൽ കർത്താവിന് പാത നിരപ്പാക്കുവീനെന്ന് യെശയ്യാവ് പറഞ്ഞ വ്യക്തി, ഏലിയാവിന്റെ ആത്മാവോടും ശക്തിയോടും കൂടെ വന്ന് ഇവിടെ താമസിച്ച് കർത്താവിനെ കുറിച്ച് സാക്ഷ്യം പറഞ്ഞ വ്യക്തി. മാത്രമല്ല യോഹന്നാൻ യേശുവിനെ കുറിച്ച് സാക്ഷ്യം പറഞ്ഞതൊക്കെ നാം 1-ാം അധ്യായത്തിൽ ചിന്തിച്ചു. 29-ാമത്തെ വാക്യവും 36-ാമത്തെ വാക്യത്തിലും ഒക്കെ കർത്താവിനെ കണ്ടിട്ട് യോഹന്നാൻ പറയുകയാണ്, ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമന്നൊഴിച്ച ദൈവത്തിന്റെ കുഞ്ഞാണ്. എന്നാൽ യോഹന്നാൻ പറഞ്ഞ സാക്ഷ്യം അവര് വിശ്വസിച്ചില്ല. യോഹന്നാൻ പറഞ്ഞു, ഞാൻ നിങ്ങളെ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിക്കുന്നു, എന്റെ പിന്നാലെ ഒരുത്തൻ വരുന്നു, അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവ് കൊണ്ടും തീ കൊണ്ടും സ്നാനം കഴിപ്പിക്കും. അവൻ ഇവിടെ ഉണ്ട്, അവന്റെ ചെരുപ്പിന്റെ വാറഴിപ്പാൻ ഞാൻ യോഗ്യനല്ല. ഈ സാക്ഷ്യങ്ങളൊക്കെ അവർ കേട്ടിട്ടും അവർ യേശുക്രിസ്തുവിൽ വിശ്വസിച്ചില്ല. യോഹന്നാനെ അവരൊരു വലിയ ആത്മീയ നേതാവായിട്ട്, ഒരു പ്രവാചകനായിട്ട് എണ്ണിയിരുന്നു എന്ന് നാം വായിക്കുന്നുണ്ട്. എങ്കിലും അവര് ദേ റെഫ്യൂസ് ടു അക്സെപ്റ്റ് ജോൺ ദ ബാപ്റ്റിസ്റ്റ് മെസ്സേജ്. ആ യോഹന്നാൻ സ്നാപകന്റെ സന്ദേശം സ്വീകരിപ്പാനായിട്ട് അവര് കഴിഞ്ഞില്ല. അവര് അതിനെ തിരസ്കരിച്ചു എന്ന് നാം കാണുന്നു. ഇനി 2-ാമത്തെ കാര്യം, മറ്റൊരു സാക്ഷ്യത്തെ കുറിച്ച് കർത്താവ് പറയുന്നു. 33-ാമത്തെ വാക്യത്തിൽ പറഞ്ഞു, യോഹന്നാൻ സത്യത്തിന് സാക്ഷ്യം പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞു. എന്നിട്ട് 34-ാമത്തെ വാക്യത്തിൽ പറയുന്നു, എനിക്ക് ആ മനുഷ്യന്റെ സാക്ഷ്യം കൊണ്ട് ആവശ്യമില്ല, നിങ്ങൾ രക്ഷിക്കപ്പെടുവാൻ അത്ര ഇത് പറയുന്നു. അപ്പോ മനുഷ്യന്റെ സാക്ഷ്യം, യോഹന്നാനെ നിങ്ങളൊരു മനുഷ്യനായിട്ട് കണ്ടു, അവന്റെ സാക്ഷ്യം കൊണ്ട് എനിക്ക് ആവശ്യമില്ല. എന്നിട്ട് പറയുന്നു, അവൻ ജ്വലിച്ചു പ്രകാശിക്കുന്ന വിളക്കായിരുന്നു, നിങ്ങൾ അല്പസമയത്തേക്ക് അവന്റെ വെളിച്ചത്തിൽ ഉല്ലസിപ്പാൻ ഇച്ഛിച്ചു. എനിക്കോ യോഹന്നാന്റെ സാക്ഷ്യത്തിലും വലിയ സാക്ഷ്യം. യോഹന്നാൻ തന്നെ ജയിലിലായപ്പം അല്ലേ, ഹെരോദാവ് അവനെ പിടിച്ച് ജയിലിലാക്കി. നിന്റെ സഹോദരന്റെ ഭാര്യയെ വെച്ചുകൊണ്ടിരിക്കുന്ന എനിക്ക് വിഹിതമല്ല എന്ന് പറഞ്ഞപ്പം യോഹന്നാനെ പിടിച്ച് ജയിലിലിട്ടപ്പോൾ യോഹന്നാന് ഒരു സംശയം ഉണ്ടായി അല്ലേ. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ നാം വായിക്കുന്നുണ്ട്, ആ യോഹന്നാന് ഒരു സംശയം. ലൂക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായം 18-23 വരെയുള്ള വാക്യങ്ങളിൽ, വരുവാനുള്ളവൻ നീയോ ഞങ്ങൾ മറ്റൊരുത്തനെ കാത്തിരിക്കണമോ എന്ന് ആളയച്ച് യേശുവിനോട് ചോദിക്കുമ്പോൾ കർത്താവ് അതിന് നേരിട്ട് മറുപടി പറഞ്ഞു, ഇല്ല. യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായത്തിന്റെ 22-ാമത്തെ വാക്യത്തില് കർത്താവ് ഞാൻ തന്നെയാ മസിഹ എന്നും നിങ്ങൾ പോയി യോഹന്നാനോട് പറയാൻ പറയുന്നു. കർത്താവ് അതിന് എന്തോ പറഞ്ഞു, മരിച്ചവർ ഉയർക്കുന്നു അല്ലേ, കുരുടർ കാണുന്നു, മുടന്തർ നടക്കുന്നു, കുഷ്ഠരോഗികൾ ശുദ്ധരായിത്തീരുന്നു, ചെകിടർ കേൾക്കുന്നു, മരിച്ചവർ ഉയർക്കുന്നു, ദരിദ്രന്മാരോട് സുവിശേഷം അറിയിക്കുന്നു എന്നിങ്ങനെ നിങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് യോഹന്നാനെ
അറിയിപ്പീൻ എന്ന് പറഞ്ഞു. കാരണം മശിഹ വരുമ്പോൾ ഇതൊക്കെ ചെയ്യും എന്ന് വ്യക്തമായിട്ട് യെശയ്യാ പ്രവചനത്തിൽ നമുക്കതെല്ലാം വായിക്കാൻ സമയമില്ല. എങ്കിലും യെശയ്യാ പ്രവചനം 29:18 മുതൽ 19, 35:4 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ, 42:1 മുതൽ 7 വരെ, യെശയ്യാവ് 29, 18, 19, യെശയ്യാവ് 35, 4 മുതൽ 6 വരെ, യെശയ്യാവ് 42, 1 മുതൽ 7 വരെ. ഈ ഭാഗങ്ങളിലൊക്കെ മശിഹ വരുമ്പോൾ എന്തെല്ലാം ചെയ്യും എന്നുള്ളതിനെ കുറിച്ച് അതിതാ പറയുന്നത്. കുരുടർ കാണുന്നു, മുടന്തർ നടക്കുന്നു, അല്ലെ, ചെകിടർ കേൾക്കുന്നു, മരിച്ചവർ ഉയർക്കുന്നു, ദരിദ്രന്മാരോട് സുവിശേഷം അറിയിക്കുന്നു. കർത്താവ് ഇത് തന്നെ നസറേത്തിൽ, അല്ലെ, ദരിദ്രന്മാരോട് സുവിശേഷം അറിയിപ്പാനും ബദ്ധന്മാരെ കുണ്ടറയിൽ നിന്ന് വിടുവിപ്പാനും കർത്താവിന്റെ പ്രസാദ വർഷം പ്രസംഗിപ്പാനും അവൻ എന്നെ അഭിഷേകം ചെയ്തിരിക്കാൻ ദൈവത്തിന്റെ ആത്മാവ് അവന്റെ മേലുണ്ട് എന്ന് കർത്താവ് നസറേത്തിൽ വെച്ച് ആ പള്ളിയിൽ വെച്ച് വായിക്കുന്നു. അതൊക്കെ യോഹന്നാനും അറിയാം. എങ്കിലും യോഹന്നാൻ ഇപ്പം ജയിലിൽ കിടക്കുമ്പോ യോഹന്നാനും ഒരു സംശയം, കർത്താവ് തന്നെയാണോ ബദ്ധന്മാരെ കുണ്ടറയിൽ നിന്ന് വിടുവിക്കുമെന്നല്ലയോ പറഞ്ഞു? ഞാനിപ്പോ ഇവിടെ ജയിലിൽ കിടക്കുക, എന്നെ ഇതുവരെ വിടുവിച്ചില്ലല്ലോ. അതായിരിക്കാം ഒരു പക്ഷേ യോഹന്നാൻ നീ ഇവരെ അയക്കാനായിട്ട് കാരണം. പ്രിയമുള്ളവരെ, നമുക്ക് ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ സംശയങ്ങള് ഉണ്ടാവും. എത്ര വലിയ ദൈവമക്കളാണെങ്കിലും ചിലപ്പം പതറിപ്പോകുന്ന അവസ്ഥയൊക്കെ ഉണ്ട്. യോഹന്നാൻ അമ്മയുടെ ഗർഭത്തിൽ വെച്ച് തന്നെ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറഞ്ഞ മനുഷ്യൻ. പക്ഷെ ഇപ്പൊ ഹെരോദാവ് ജയിലിൽ പിടിച്ചിട്ടിരിക്കുമ്പോൾ, അല്ലേ, നമ്മൾ ലൂക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായം ഇച്ചിരി മുന്നോട്ട് വായിച്ചാൽ, പുറകിന്നേ വായിക്കണം, 18 തൊട്ട് 23 വരെ ഞാൻ പറഞ്ഞത്. അതിന് മുമ്പോട്ട് വായിച്ചാൽ നമുക്കറിയാം യോഹന്നാന് അവിടുന്നാണ് ആളുകളെ അയക്കുന്നത്. അയക്കുമ്പോൾ ജയിലിൽ കിടക്കുമ്പോൾ യോഹന്നാന് ഒരു സംശയം ഉണ്ടാകും. കർത്താവിനോട് ചോദിക്കുകയാണ്, നീ തന്നെയാണോ വരാനുള്ളത്, അതോ ഞങ്ങൾ ഇനി മറ്റൊരുത്തനെ കാത്തിരിക്കണമോ? വരാനുള്ളവൻ നീ ആയിരുന്നെങ്കിൽ നീ എന്നെ ഈ ജയിലിൽ നിന്ന് വിടുവിക്കണമായിരുന്നല്ലോ, അത് ചെയ്തില്ലല്ലോ എന്നാണ് ഒരു പക്ഷേ ചോദിക്കുന്നത്. കർത്താവ് അതിന് നേരിട്ട് മറുപടി കൊടുക്കുന്നില്ല. കർത്താവ് പറയുന്നു, യെശയ്യാ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തതൊക്കെ എന്നിലൂടെ ഇന്ന് നിവൃത്തിയാകുന്നുവെന്ന് നിങ്ങൾ ചെന്ന് യോഹന്നാനോട് പറവീൻ എന്ന് പറയുന്നു. എന്ന് പറഞ്ഞിട്ടാണ് കർത്താവ് പറയുന്നത്, എനിക്ക്, അല്ലേ, യോഹന്നാന്റെ സാക്ഷ്യത്തിലും വലിയൊരു സാക്ഷ്യമുണ്ട്. ആ സാക്ഷ്യം എന്താണ്? 36-ാമത്തെ വാക്യം, എനിക്കോ യോഹന്നാന്റെ സാക്ഷ്യത്തിലും വലിയ സാക്ഷ്യമുണ്ട്. പിതാവ് എനിക്ക് അനുഷ്ഠിപ്പാൻ തന്നിരിക്കുന്ന പ്രവർത്തികൾ, ഞാൻ ചെയ്യുന്ന പ്രവർത്തികൾ തന്നെ പിതാവ് എന്നെ അയച്ചു എന്ന് എന്നെ കുറിച്ച് സാക്ഷിയാണ്. The miracles that Jesus did while he was on earth was the true witness of Jesus's മെസ്സിയാഷിപ്പ്, അല്ലെ? കർത്താവായ യേശു ക്രിസ്തു ആണ് മെസ്സിയ എന്നുള്ളതിന്റെ ഒരു ശരിയായ സാക്ഷ്യമാണ്, അല്ലെ? വ്യക്തമായ സാക്ഷ്യം. ഇത് ദൈവത്തിനല്ലാതെ മറ്റാർക്കും ചെയ്യുവാൻ കഴിയാത്തതായിട്ടുള്ള വീര്യപ്രവർത്തികള് കർത്താവായ യേശു ക്രിസ്തു ചെയ്യും. പ്രിയമുള്ളവരെ, തുടർന്നുള്ള ഭാഗം, നമ്മുടെ സമയം മുമ്പോട്ട് പോയത് കൊണ്ട് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ വീഡിയോയുടെ ലെങ്ത് കൂടാനായിട്ട് കഴിയത്തില്ലല്ലോ, അതുകൊണ്ട് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. സാക്ഷ്യത്തെക്കുറിച്ച് നമുക്ക് അടുത്ത ദിവസം കൂടുതലായിട്ട് ചിന്തിക്കാം. കർത്താവിന്റെ പ്രവർത്തികൾ, താൻ ചെയ്ത അത്ഭുത പ്രവർത്തികൾ തനിക്ക് സാക്ഷ്യം പറഞ്ഞിരുന്നു. ആ സാക്ഷ്യം യേശു ദൈവപുത്രനെന്ന് വിശ്വസിക്കേണ്ടതിനും വിശ്വസിച്ചിട്ട് അവന്റെ നാമത്തിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിനും ഇതെഴുതിയിരിക്കും. യോഹന്നാനെ പോലെ നമ്മുടെ ജീവിതത്തിലും അനേകം അത്ഭുതങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിലും സാക്ഷ്യം പറഞ്ഞിട്ടുണ്ടെങ്കിലും ചിലപ്പോഴൊക്കെ സംശയങ്ങളൊക്കെ ഉളവാകും. എന്നാൽ യോഹന്നാനെ കർത്താവ് അവിടെ ഉറപ്പിക്കുകയാണ്. യോഹന്നാനെ അതുകൊണ്ട് ജയിലിൽ നിന്ന് വിടുവിച്ചതായിട്ട് നാം കാണുന്നില്ല. യോഹന്നാന്റെ ശിരച്ഛേദം ചെയ്യപ്പെട്ടു എന്ന് നാം വായിക്കുന്നു. എന്നാൽ പതറാതെ നിൽക്കുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ വചനം യോഹന്നാന് കർത്താവ് നൽകുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. നമ്മുടെ ജീവിതത്തെ ഒന്നുകൂടെ ഒന്ന് ശോധന ചെയ്യുവാൻ, പ്രത്യേകിച്ചും ഇന്ന് നമ്മൾ കേട്ടത്, കർത്താവ് പറഞ്ഞു, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നുവെന്ന് 3 പ്രാവശ്യം ആവർത്തിച്ചുകൊണ്ടാണ് 4 ഉയർത്തെഴുന്നേൽപ്പുകളെ കുറിച്ച് പറയും. ആത്മീക മരണത്തിൽ നിന്നുള്ള ഉയർത്തെഴുന്നേൽപ്പ്, കർത്താവ് തന്റെ ജീവനെ കൊടുത്തുകൊണ്ട് വീണ്ടും പ്രാപിച്ച ഉയർത്തെഴുന്നേൽപ്പ്. എന്നാൽ അതുകൊണ്ട് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക്, നന്മ ചെയ്തവർക്ക് നിത്യജീവനായുള്ള ഉയർത്തെഴുന്നേൽപ്പ്. എന്നാൽ യേശുവിനെ കൂടാതെ മരിച്ചവർ, തിന്മ ചെയ്തവർ ന്യായവിധിക്കായും ഉയർത്തെഴുന്നേൽപ്പ്. ഇതിലേത് കൂട്ടത്തിലായിരിക്കും നാം?
ആത്മീക മരണത്തിൽ നിന്ന് ജീവങ്കിലേക്ക് നാം കടന്നിട്ടുണ്ടോ? നിത്യജീവങ്കിലേക്ക് കടന്നിട്ടുണ്ടോ? അവന്റെ വചനം കേൾക്കുകയും അവനെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവന്, യേശു മരിക്കുകയും ജീവിച്ചെഴുന്നേൽക്കുകയും ചെയ്തു എന്ന് വിശ്വസിക്കുന്നവർ മരണത്തിൽ നിന്ന് ജീവങ്കിലേക്ക് കടന്ന്, ആത്മീക മരണത്തിൽ നിന്ന് ജീവങ്കിലേക്ക് കടന്ന് നിത്യശിക്ഷാവിധിയിൽ നിന്നുള്ള വിടുതലുണ്ട്. അത് നാം പ്രാപിച്ചിട്ടുണ്ടോ? ഈ സാക്ഷ്യം നമുക്കും അടുത്ത ദിവസം നമുക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കാം. എന്നാൽ കർത്താവിൽ പൂർണ്ണമായി വിശ്വസിച്ച് ആശ്രയിച്ച് ആ നിത്യജീവന്റെ പ്രത്യാശയോടുകൂടി ഈ ലോകം വിട്ടുപോകുമ്പോൾ അങ്ങനെ പോകുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുമാറാകട്ടെ.